ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ JFET കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. JFET പ്രിൻസിപ്പിൾ, വർക്കിംഗ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പൽ പറഞ്ഞു. N ചാനൽ JFET, P ചാനൽ JFET, രണ്ട് JFETൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ട് അല്ലേ? ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷനിലെല്ലാം ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിസ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ചില സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു സർക്യൂട്ട് വേണം അല്ലേ? അപ്പോൾ ഈ സർക്യൂട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ JFET. ആരോ മാർക്ക് ഉള്ളിലേക്കാണ്. അപ്പോൾ ഇതൊരു N ചാനൽ JFET ആണ് അല്ലേ? N ചാനൽ JFET ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആയിരിക്കും. അത് മെഷർ ചെയ്യാൻ ഒരു വോൾട്ട് മീറ്റർ വേണം. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ടുള്ള ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് VDS-ഉം ഡ്രെയിൻ കറണ്ട് ID-യും മെഷർ ചെയ്യാനുള്ള വോൾട്ട് മീറ്ററും അമ്മീറ്ററും നമുക്ക് വേണം. അതൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വോൾട്ടേജ് ഇങ്ങനെ വാരി ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വാരിയബിൾ പവർ സപ്ലൈ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നമ്മൾ ഉപയോഗിക്കണം. ഇതൊക്കെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ ചെയ്തതാണ്, ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് രണ്ട് വാരിയബിൾ പവർ സപ്ലൈസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു. ഇത് N ചാനൽ JFET ആണ്. നമുക്കറിയാം ഗേറ്റിൻ്റെയും സോഴ്സിൻ്റെയും ഇടയിൽ നമ്മൾ റിവേഴ്സ് ബയാസിംഗ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ റിവേഴ്സ് ബയാസിംഗ് തന്നെ അല്ലേ എന്നൊന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. N ചാനൽ ആയതുകൊണ്ട് സോഴ്സ് N ആയിരിക്കും അല്ലേ? ഡ്രെയിനും N ആയിരിക്കും, ഗേറ്റ് P ആയിരിക്കും. അതാണല്ലോ N ചാനൽ JFET പ്രത്യേകത. അപ്പോൾ ഇവിടെ N-നെ നോക്കി നോക്ക്, ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? N-നെ, അതായത് നമ്മുടെ സോഴ്സ് അല്ലേ? സോഴ്സ് N ആണ്, അതിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. N-നെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതായത് റിവേഴ്സ് ബയാസ് അല്ലേ? അപ്പോൾ ഇവിടെ ഗേറ്റ് സോഴ്സ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള റിവേഴ്സ് ബയാസ് തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്തു. ഇനി ഇവിടെ ഗേറ്റിൻ്റെയും സോഴ്സിൻ്റെയും ഇടയിൽ എങ്ങനെയാണ് പവർ സപ്ലൈ കൊടുക്കേണ്ടത്? ഗേറ്റിൻ്റെയും സോഴ്സിൻ്റെയും അല്ലേ? ഗേറ്റിൻ്റെയും സോഴ്സിൻ്റെ അല്ല, സോഴ്സിൻ്റെയും ഡ്രെയിൻ്റെയും ഇടയിൽ എങ്ങനെയാണ് പവർ സപ്ലൈ കൊടുക്കേണ്ടത്? സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നത് പോലെ ഇവിടെ N ബാർ N ടൈപ്പ് ആയിരിക്കും അല്ലേ? കാരണം N ചാനൽ JFET ആണല്ലോ. അപ്പോൾ അതിൽ ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യിപ്പിക്കാൻ നോക്കി നോക്ക്, ഇവിടെ നമ്മൾ സോഴ്സിനെ എടുത്തിട്ട് നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവാണ് സോഴ്സ്, അതിനെ നമ്മൾ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജസിൻ്റെ റിപ്പിൾ ചെയ്യും, സോഴ്സിൽ നിന്ന് റിപ്പിൾ ചെയ്യും, അത് നേരെ ഡ്രെയിനിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ടിലും പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ VGS, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ VDS, ഡ്രെയിൻ കറണ്ട് മെഷർ ചെയ്യാൻ ID, വോൾട്ട് മീറ്റേഴ്സും അമ്മീറ്റേഴ്സും ഒക്കെ നമ്മളിവിടെ ആ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് വരയ്ക്കാൻ നമ്മൾ X ആക്സിന് അലോങ് ആയിട്ട് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും Y ആക്സിന് അലോങ് ആയിട്ട് ID ഡ്രെയിൻ കറണ്ടുമാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? VGS ഒരു കോൺസ്റ്റന്റ് വാല്യൂ സെറ്റ് ചെയ്യുക. ഈ റിയോസ്റ്റാറ്റിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് VGS ഒരു കോൺസ്റ്റന്റ് വാല്യൂ സെറ്റ് ചെയ്യുക. ഞാൻ ആദ്യം VGS നോക്കി നോക്കി 2 വോൾട്ട് എന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, റിവേഴ്സ് വോൾട്ടേജ് ആണ്, അത് 2 വോൾട്ട് എന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഈ ഒരു റിയോസ്റ്റാറ്റ് ഇങ്ങനെ നീക്കുകയാണ്. അതിനനുസരിച്ച് VDS ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് VGS 2 വോൾട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്യുന്നു, VDS ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ VDS ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇനീഷ്യലി നോക്കി നോക്ക് IDS ഇൻക്രീസസ് വിത്ത് VDS. പക്ഷെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞിട്ട് നോക്കി നോക്ക്, ഇതെന്താവുകയാണ്, കോൺസ്റ്റന്റ് ആവുകയാണ് അല്ലേ? ഈ ID റിമെയിൻസ് കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ദ വേരിയേഷൻസ് ഇൻ VDS അല്ലേ? ബിയോണ്ട് എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് VDS ID remains constant regardless of the variations in the VDS. ഓക്കെ, ഇനി ഞാൻ VGS 4 വോൾട്ട് സെറ്റ് ചെയ്തു. ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ VGS 4 വോൾട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് VDS ഇങ്ങനെ വാരി ചെയ്തു, IDയുടെ വാല്യൂസ് നോട്ട് ചെയ്തു, ഇതാ ഗ്രാഫ് ഇങ്ങനെ വരച്ചു. പിന്നെ VGS 6 വോൾട്ടിലും നമ്മളിങ്ങനെ ഗ്രാഫ് വരച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഏകദേശം ഈ ക്യാരക്ടറിസ്റ്റിക് കിട്ടുന്നത്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ്, കാരണം വാരിയേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് voltage, output current ID with variation in the output voltage VDS, okay, is studied here. So it is known as output characteristic curve. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ എല്ലായിടത്തും അതെ, എല്ലാ കേസിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ ഇവിടെ നോക്കി നോക്കുക ID increases with VDS. But beyond that particular value ID remains constant regardless
regardless of the variation of the VDS. That particular value of VDS beyond which ID remains constant regardless of the variations in the VDS is known as pinch off voltage. അതിനാണ് നമ്മൾ pinch off voltage. അതായത് ഏതൊരു വോൾട്ടേജ് മുതലാണോ ID കോൺസ്റ്റന്റ് ആവുന്നത് അല്ലേ, ഇവിടെ നോക്കി നോക്കുക, ആദ്യത്തെ കേസിൽ ഇവിടെയാണ് വരുന്നത് പിഞ്ച് ഓഫ് വോൾട്ടേജ്, ഇതിൽ പിഞ്ച് ഓഫ് വോൾട്ടേജ് ഇവിടെ വരുന്നത്, മൂന്നാമത്തെ ഇത് അവിടെ കാണിച്ചിരിക്കുന്നു പിഞ്ച് ഓഫ് വോൾട്ടേജ്. അതായത് ഏതൊരു വാല്യൂ മുതലാണോ ID റിമെയിൻസ് കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഇൻ ദ വേരിയേഷൻസ് ഓഫ് ദ VDS, ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ദ VDS ഈസ് നോൺ ആസ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. അതിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുക. അപ്പോൾ നോക്കുക, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET-ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. വാട്ട് ഈസ് പിഞ്ച് ഓഫ് വോൾട്ടേജ്? When we are studying output characteristics of a JFET, beyond a particular value of drain source voltage, ID remains constant. That particular value of VDS is known as pinch off voltage. Okay. അപ്പോൾ നോക്കുക, ഇവിടെ JFET ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം പിഞ്ച് ഓഫ് വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ രണ്ട് ടേമുകൾ കൂടിയുണ്ട്. ഷോർട്ടഡ് ഗേറ്റ് ഡ്രെയിൻ കറണ്ട്, കട്ട് ഓഫ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. മൂന്ന് ടേംസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഷോർട്ടഡ് ഗേറ്റ് ഡ്രെയിൻ കറണ്ട്, അതിന് IDSS എന്നാണ് സൂചിപ്പിക്കുക. പിഞ്ച് ഓഫ് വോൾട്ടേജ് VP, കട്ട് ഓഫ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS ഓഫ്. ഈ മൂന്ന് ടേംസ് ആണുള്ളത്. അതിൽ ഈ ടേം നമ്മൾ പറഞ്ഞു പിഞ്ച് ഓഫ് വോൾട്ടേജ്. വാട്ട് ഈസ് പിഞ്ച് ഓഫ് വോൾട്ടേജ്? ബിയോണ്ട് എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് VDS, ID റിമെയിൻസ് കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ദ വേരിയേഷൻസ് ഇൻ ദ VDS when we are studying output characteristics of JFET. That particular value of VDS is known as pinch off voltage. It is denoted by VP. ഇനി എന്താണ് ഷോർട്ടഡ് ഗേറ്റ് ഡ്രെയിൻ കറണ്ട് IDSS? അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, ഒരു VGSന്റെ മാത്രം ഗ്രാഫ് ഞാനിവിടെ എടുത്ത് വരച്ചിരിക്കണം. ഇപ്പോൾ 2 വോൾട്ടിൻ്റെ ആണെന്ന് കരുതുക. VGS 2 വോൾട്ട് ആകുമ്പോഴുള്ള ഒരു ഗ്രാഫാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നോക്കി നോക്ക്, ഇവിടെ ആദ്യം നമ്മൾ കണ്ടു ID ഇൻക്രീസസ്. ഇവിടെ അതെ VDS X ആക്സിന് അലോങ് ആയിട്ടും ID Y ആക്സിന് അലോങ് ആയിട്ടുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ. ഇവിടെ നോക്കുക, ഇനീഷ്യലി ID ഇൻക്രീസസ് വിത്ത് VDS അല്ലേ, ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ID ഇൻക്രീസസ് വിത്ത് VDS. VDS കൂടുന്നതിനനുസരിച്ച് നമുക്ക് IDയും കൂടുന്നുണ്ട് അല്ലേ. ബട്ട് ഫ്രം പിഞ്ച് ഓഫ് വോൾട്ടേജ് ഓൺവേർഡ്സ് അല്ലേ, ഫ്രം പിഞ്ച് ഓഫ് വോൾട്ടേജ് ഓൺവേർഡ്സ് ID റിമെയിൻസ് കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ദ വേരിയേഷൻസ് ഇൻ ദ VDS അല്ലേ. പിഞ്ച് ഓഫ് വോൾട്ടേജ് മുതൽ ഈ VDS മാറുന്നതിനനുസരിച്ചിട്ട് ID മാറാതെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു അല്ലേ. നോക്കുക, അങ്ങനെ നമ്മൾ ഇവിടെ VDS ഒരു പെർട്ടിക്കുലർ VDS മാക്സിമം ആവുന്ന സമയത്ത് ഒരു മാക്സിമം VDS എത്തി. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, അവിടെ കറണ്ട് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് റാപ്പിഡ്ലി. ID ഇൻക്രീസ് എന്ത് ചെയ്യാണ്, റാപ്പിഡ്ലി. കണ്ടോ, നേരെ കുത്തനെ കൂടുന്നത് കണ്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരിക്കലും നമുക്ക് VDS കൊടുക്കാൻ പറ്റുന്നതിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്. അതിലപ്പുറം നമുക്ക് VDS ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ VDS സെറ്റ് ചെയ്യാം. അതിനപ്പുറം നമുക്ക് ഇതാക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ID റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും, VDS റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ. ഇഫ് വി ഇൻക്രീസ് VDS at a particular upper limit, VDS cannot be increased. Okay. ID increases rapidly at that maximum value of VDS. അതിനാണ് നമ്മൾ VDS മാക്സിമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പിഞ്ച് ഓഫ് വോൾട്ടേജിൻ്റെയും VDS മാക്സിമത്തിൻ്റെയും ഇടയിൽ ഈ ഡ്രെയിൻ കറണ്ട് എന്താണ്, കോൺസ്റ്റന്റ് ആണല്ലോ. ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആണല്ലോ. ആ പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രെയിൻ കറണ്ടിനെ അല്ലേ, ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രെയിൻ കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് IDSS എന്നാണ് പറയുക. ഓക്കെ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോക്കുക, ഇവിടെ IDSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ഡ്രെയിൻ കറണ്ട് ബിറ്റ്വീൻ പിഞ്ച് ഓഫ് വോൾട്ടേജ് ആൻഡ് VDS മാക്സിമം. ഓക്കെ. ഈസ് നോൺ ആസ് ഷോർട്ടഡ് ഗേറ്റ് ഡ്രെയിൻ കറണ്ട്. അതിനെയാണ് നമ്മൾ ഷോർട്ടഡ് ഗേറ്റ് ഡ്രെയിൻ കറണ്ട് എന്ന് പറയുക. ആ ഒരു റീജിയണിൽ VP മുതൽ VDS വരെയുള്ള ആ ഒരു റീജിയണിൽ നമ്മുടെ JFET ആക്റ്റീവ് റീജിയണിലാണ് എന്ന് പറയാം. The JFET is said to be in active region between pinch off voltage and VDS. Okay. ആക്റ്റീവ് റീജിയനിലുള്ള ഡ്രെയിൻ കറണ്ടിനെയാണ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ടഡ് ഗേറ്റ് ഡ്രെയിൻ കറണ്ട് IDSS എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി നോക്കുക, വേറൊരു ടൈമാണ് കട്ട് ഓഫ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS ഓഫ്. കട്ട് ഓഫ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ VGS എന്ന് പറയുന്ന റിവേഴ്സ് വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ ഈ റിവേഴ്സ് വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ JFET-ന്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ N ചാനലാണെങ്കിൽ ഇവിടെ N ഇത് P ഇത് P. ഓക്കെ. നമ്മളിതിങ്ങനെ കൂട്ടുന്നതിനനുസരിച്ചിട്ട് റിവേഴ്സ് വോൾട്ടേജ് VGS ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഡെപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരിക അല്ലേ. ഡെപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തിട്ട് ഒടുവിൽ എന്ത് ചെയ്യും, ഈ ഡെപ്ലീഷൻ ലെയേഴ്സ് രണ്ടും എന്ത് ചെയ്യും, കൂട്ടിമുട്ടും അല്ലേ.
അങ്ങനെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഇവിടെ ചാർജ് കാരിയേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെ ബ്ലോക്കായി അല്ലേ, രണ്ടും കൂടി കൂട്ടിമുട്ടി, രണ്ട് ഡെപ്ലീഷൻ ലെയേഴ്സും രണ്ട് പി എൻ ജംഗ്ഷൻ്റെ ഡെപ്ലീഷൻ ലെയേഴ്സും കൂട്ടിമുട്ടിയിട്ട് ആ ചാനൽ അവിടെ ബ്ലോക്ക് ആവും അല്ലേ. അവിടെ ചാർജ് കാരിയേഴ്സ്, നോ ഫർദർ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ, then drain current reduced to 0 അല്ലെ. അതുകൊണ്ട് ഡ്രെയിൻ കറണ്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ദാറ്റ് particular value of gate source voltage, that particular value of gate source voltage is known as cut-off gate source voltage. Okay, at a particular gate source voltage, reverse gate source voltage, depletion layers coincided each other. Okay, so no further flow of charge carriers from source to drain. That particular value of gate source voltage is known as cut-off gate source voltage. അപ്പോൾ നമ്മൾ pinch off voltage എന്താണെന്ന് പറഞ്ഞു. Pinch off voltage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ from a particular value of drain source voltage onwards, ID remains constant regardless of the variations of the VDS. That particular value of VDS is known as pinch off voltage. It is denoted by VP. Shorted gate drain current എന്താണ് എന്ന് പറഞ്ഞു. Between VP and VDS, the drain current is constant. That constant value of drain current is known as shorted gate drain current. Okay, IDSS. In that region, JFET is said to be in active region. Okay, then നമ്മൾ ഏറ്റവും ഒടുവിൽ കട്ട് ഓഫ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പറഞ്ഞു. അറ്റ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് റിവേഴ്സ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, ബാരിയേഴ്സ് ഓർ ദ depletion layers, depletion regions coincided each other and no flow of charge carriers from source to drain. That particular value of the gate source voltage is known as cut off gate source voltage. ഇനി നോക്ക്, ഇവിടെ ഒരു JFET ന്റെ ഡ്രെയിൻ കറണ്ട് കാണുന്നതിനൊരു ഫോർമുല ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. ഡ്രെയിൻ കറണ്ട് ID is equal to IDSS into 1 minus VGS by VGS of whole square ആണ്. ID എന്താണ്, ഡ്രെയിൻ കറണ്ട് ആണ്. IDSS എന്താണ്, ഷോർട്ടഡ് ഗേറ്റ് ഡ്രെയിൻ കറണ്ട് ആണ്. VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. VGS ഓഫ് കട്ട് ഓഫ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതാണ് ഫോർമുല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ VGS ഓഫ് എന്ന് പറയുന്നത് VPക്ക് ഈക്വൽ ആണ്. ഓക്കെ, കട്ട് ഓഫ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VPക്ക് ഈക്വൽ ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് VGS ഓഫിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, പിഞ്ച് ഓഫ് വോൾട്ടേജ് VP എന്ന് കൊടുക്കാം. അപ്പോൾ ID is equal to IDSS into 1 minus VGS by VP whole square. That is the formula to find the drain current in the case of a JFET. അപ്പോൾ അത്രയുമാണ് JFET ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ JFET പാരാമീറ്റേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഷോർട്ടഡ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പറഞ്ഞല്ലോ, ഷോർട്ടഡ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗേറ്റിനെ ഷോർട്ട് ചെയ്തിട്ട് വേണം ആ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് വരയ്ക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് കറണ്ട് 0 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ആക്റ്റീവ് റീജിയൻ കിട്ടും. VPയുടെയും VGS ഓഫിൻ്റെയും VDS മാക്സിമത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷോർട്ടഡ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, നമ്മളതിനെ IDSS എന്ന് കാണിച്ചു അല്ലേ. അപ്പോൾ അവിടെ IG 0 ആയിട്ടാണ് ആ കാര്യം ചെയ്യാമെന്ന് കൂടി നോക്കുക. ആ ക്യാരക്ടറിസ്റ്റിക് കർവ് വരച്ചിട്ടാണ് അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി പറയുന്നത് ഇവിടെ JFET പാരാമീറ്റേഴ്സ് ആണ്. JFET പാരാമീറ്റേഴ്സ് പ്രധാനമായിട്ടും 3 എണ്ണമാണ് ഉള്ളത്. അത് AC ഡ്രെയിൻ റെസിസ്റ്റൻസ്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ് കണ്ടക്റ്റൻസ്, പിന്നെ അതുപോലെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇത് 3മാണ് JFET പാരാമീറ്റേഴ്സ്. ഓക്കെ, AC ഡ്രെയിൻ റെസിസ്റ്റൻസ്, ദെൻ ട്രാൻസ് കണ്ടക്റ്റൻസ്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓരോന്നും എന്താണെന്ന് നോക്കുക. ആദ്യം AC ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ളതാണ്. AC ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവൊക്കെ വരച്ചു JFETൻ്റെ. VDS X ആക്സിലും ID Y ആക്സിലും ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ VGS കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID നമുക്ക് സിമ്പിളായിട്ട് കാണാം. ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID അറ്റ് കോൺസ്റ്റൻ്റ് VGS, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID. ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID എന്ന് പറയുമ്പോൾ എന്താ, റെസിസ്റ്റൻസ് അല്ലേ, വോൾട്ടേജ് ബൈ കറണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ AC ഡ്രെയിൻ റെസിസ്റ്റൻസ് ഓഫ് JFET എന്ന് പറയുക. നോക്ക്, AC ഡ്രെയിൻ റെസിസ്റ്റൻസ് RD എന്നാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID അറ്റ് കോൺസ്റ്റൻ്റ് VGS. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID ചെയ്തതാണ് ഡെൽറ്റ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ബൈ ഡെൽറ്റ ഡ്രെയിൻ കറണ്ട്. ഓക്കെ, അതാണ് AC ഡ്രെയിൻ റെസിസ്റ്റൻസ്. അതിൻ്റെ യൂണിറ്റ് എന്താ വരിക, ഇത് റെസിസ്റ്റൻസ് അല്ലേ, വോൾട്ടേജ് ബൈ കറണ്ട് ഓം ആണ് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇനി ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പറയാം കേട്ടോ, അങ്ങനെ ഡിഫൈൻ ചെയ്യാം.
AC drain resistance is the ratio of change in drain source voltage to the change in drain current at constant gate source voltage. Okay, അതേപോലെ നമുക്ക് ട്രാൻസ് കണ്ടക്ടൻസ് GFS എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്. GFS is equal to delta ID by delta VGS at constant VDS. അതിൻ്റെ യൂണിറ്റ് എന്താ വരിക? കറണ്ട് ബൈ വോൾട്ടേജ് ആണ്. അത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഓം ഇൻവേഴ്സ് അല്ലേ, അതാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇനി ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ മൂന്നാമത്തെ JFET പാരാമീറ്റർ ആണ്, മ്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ടു ദ ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ഡ്രെയിൻ കറണ്ട് അല്ലേ, അതാണ് മ്യൂ ഈക്വൽ ടു ഡെൽറ്റ VDS ബൈ ഡെൽറ്റ VGS അറ്റ് കോൺസ്റ്റന്റ് ID. യൂണിറ്റ് മുകളിലും താഴെയും വോൾട്ടേജ് ആണ്, അപ്പോൾ യൂണിറ്റുകൾ കട്ട് ചെയ്ത് പോകും, അപ്പോൾ നോ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ JFET പാരാമീറ്റേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമുക്കറിയാം ഡെൽറ്റ VDS ബൈ ഡെൽറ്റ VGS ആണ് അല്ലേ. ഞാൻ അതിനെ ഡെൽറ്റ ID കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡെൽറ്റ ID കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതായത് ഡെൽറ്റ ID ബൈ ഡെൽറ്റ ID കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡെൽറ്റ VDS ബൈ ഡെൽറ്റ VGS ഇൻറ്റു ഡെൽറ്റ ID ബൈ ഡെൽറ്റ ID എന്ന് വന്നു. ഈ ഐഡിയനെ ഞാൻ ഇങ്ങോട്ട് എഴുതി, ഈ ഡെൽറ്റ VGSനെ അങ്ങോട്ട് എഴുതി, അങ്ങനെ എഴുതാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID, ഇവിടെ VGS അങ്ങോട്ട് പോകുന്നുണ്ട്, ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS എന്ന് വന്നു അല്ലേ. ഇനി ഡെൽറ്റ VDS ബൈ ഡെൽറ്റ ID എന്ന് പറയുന്നത് എന്താണ്? RD ആണ്. ഓക്കെ, ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS എന്താണ്? ട്രാൻസ് കണ്ടക്ടൻസ് GFS ആണ്. അപ്പോൾ മ്യൂ ഈക്വൽ ടു നമുക്ക് RD ഇൻറ്റു GFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈക്വൽ ടു AC ഡ്രെയിൻ റെസിസ്റ്റൻസ് ഇൻറ്റു ട്രാൻസ് കണ്ടക്ടൻസ്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ JFET പാരാമീറ്റേഴ്സ് ഇൻ ദ കേസ് ഓഫ് എ JFET. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ JFET റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. താങ്ക് യു.